ഭരണകൂടത്തിന്റെ നാഡീ ഞരമ്പുകളെ തന്നെ വിറപ്പിച്ചുകൊണ്ട് ഡൽഹിയിലെ അധികാര ഇടനാഴികളിൽ ആ അന്തിമ നീക്കങ്ങൾക്ക് തിരികൊളുത്തി കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിൽ എന്നു വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു കൂറ്റൻ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കേവലം വകുപ്പുകളുടെ കൈമാറ്റമല്ല, 30-ലധികം മന്ത്രിമാരുടെ വകുപ്പുകളിൽ വലിയ മാറ്റങ്ങളും 10-നടുത്ത് പ്രമുഖ നേതാക്കളുടെ പരസ്യമായ രാജിയുമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. മോദിയുടെ മൂന്നാം ഊഴത്തിൽ ഭരണത്തിന്റെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്ന ഈ വൻ അഴിച്ചുപണിയിലൂടെ BJP സംഘടനാ തലത്തിലും അവിശ്വസനീയമായ തലയുരുളലുകൾ ഉണ്ടാകാൻ പോകുന്നു. ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ ഡൽഹിയിൽ പുകയുന്നത് സാധാരണ ചോദ്യങ്ങളല്ല. നരേന്ദ്രമോദി കസേര ഒഴിയുമോ? അമിത്ഷാ പ്രധാനമന്ത്രിയാകുമോ? അതോ അമിത്ഷായെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് മാറ്റി പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് തള്ളിവിടുമോ? BJPയുടെ പ്രഖ്യാപിത നയമനുസരിച്ച് 75 വയസ്സ് കഴിഞ്ഞവർ പ്രധാന പദവികളിൽ ഇരിക്കാൻ പാടില്ല. 70 വയസ്സ് തികഞ്ഞ നരേന്ദ്രമോദി ഭരണത്തിൽ തുടരുമ്പോൾ പാർട്ടിയിൽ അടുത്ത തലമുറ മാറ്റത്തിനായുള്ള വിറയൽ തുടങ്ങിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ നയിക്കാൻ അമിത്ഷായെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്താൻ മോദി തയ്യാറാകുമോ എന്ന ചോദ്യം ഒരു വശത്ത് ശക്തമാണ്. എന്നാൽ മറുഭാഗത്ത് അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി BJPയുടെ തകർന്നടിയുന്ന സംഘടനാ തന്ത്രങ്ങൾ മെനയാനും സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ പിടിച്ചെടുക്കാനും മാത്രമായി പാർട്ടി തലപ്പത്തേക്ക് തിരിച്ചയക്കാൻ മോദി ആലോചിക്കുന്നുവെന്നാണ് വിവരങ്ങൾ. സച്പ സമരത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിയ അമിത്ഷായുടെ നിലപാടുകൾ കേന്ദ്രത്തിനു വലിയ നാണക്കേടുണ്ടാക്കി. കൂടാതെ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിലുടനീളം ഒളിച്ചു നടന്ന അമിത്ഷായെ ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ പകരം രാജ്നാഥ് സിംഗ്, നിലവിലെ പ്രതിരോധ മന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗ് ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് തിരിച്ചെത്താൻ ഏറ്റവും വലിയ സാധ്യതയുള്ള വ്യക്തിയാണ്. ഒന്നാം മോദി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിച്ച അനുഭവ സമ്പത്തും എല്ലാ വിഭാഗം നേതാക്കളുമായും സഖ്യകക്ഷികളുമായും നല്ല ബന്ധം പുലർത്തുന്ന ശൈലിയും അദ്ദേഹത്തിന് അനുകൂലമാണ്. കൂടാതെ നിതിൻ ഗഡ്കരി, കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരിയുടെ ഭരണനിർവഹണ മികവും കാര്യക്ഷമതയും കണക്കിലെടുത്ത് അദ്ദേഹത്തെ ആഭ്യന്തര മന്ത്രാലയം ഏൽപ്പിക്കാനുള്ള സാധ്യതകളും രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. പാർട്ടിക്കുള്ളിലും RSSലും അദ്ദേഹത്തിനുള്ള വലിയ സ്വീകാര്യതയും ഇതിന് ബലമേകുന്നു. ലിസ്റ്റിൽ ഒരുപാട് മുഖങ്ങളുണ്ട്. മറുഭാഗത്ത് നിർമ്മല സീതാരാമന്റെ കസേര തെറിക്കുമോ എന്ന ചോദ്യത്തിലേക്കാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായിരുന്ന കാലയളവിൽ രാജ്യത്തിനുണ്ടായ നഷ്ടങ്ങളും വീഴ്ചകളും ചെറുതല്ല എന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് തകർത്ത പണപ്പെരുപ്പവും എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് കുതിച്ച തൊഴിലില്ലായ്മയും നിയന്ത്രിക്കുന്നതിൽ മന്ത്രാലയം പൂർണ്ണമായി പരാജയപ്പെട്ടു. GST പരിഷ്കാരങ്ങളിലെ അപാകതകളും കർഷക ചെറുകിട വ്യവസായ മേഖലകൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തതും വലിയ ജനരോക്ഷത്തിന് വഴിവെച്ചു. വിദേശ നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിച്ചതും ഓഹരി വിപണിയിലുണ്ടായ അസ്ഥിരതയും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തകിടം മറിച്ചു. ഈ പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഒരു മുൻ IAS ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ ശക്തികാന്ത ദാസിനെ പോലുള്ള സാമ്പത്തിക വിദഗ്ധരെയോ ആ പദവിയിൽ പ്രതിഷ്ഠിക്കണമെന്ന വികാരം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. BJPയുടെ ദേശീയ ട്രഷററായി അടുത്തിടെ നിയമിക്കപ്പെട്ടതോടെ ഒരാൾക്ക് ഒരു പദവി എന്ന നയമനുസരിച്ച് പീയൂഷ് ഗോയലിന് വാണിജ്യ മന്ത്രാലയം ഒഴിയേണ്ടി വന്നേക്കാം. പ്രകടനത്തിൽ പിന്നാക്കം പോയ മനോഹർ ലാൽ ഖട്ടർ, ഹർദീപ് സിംഗ് പുരി, രവ്നീത് സിംഗ് ബിട്ടു ഉൾപ്പെടെയുള്ള മറ്റു ചില മുതിർന്ന മന്ത്രിമാരെ ഒഴിവാക്കി സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് അയച്ചേക്കും. അതേസമയം തകരുന്ന സഖ്യ സമവാക്യങ്ങൾ താങ്ങി നിർത്താൻ നിതീഷ് കുമാറിന്റെ JDUവിനും ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവികൾക്ക് ശേഷം പ്രതിസന്ധിയിലായ മഹാരാഷ്ട്രയിലെ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്കും കൂടുതൽ പ്രാധാന്യമുള്ള വകുപ്പുകൾ നൽകാൻ തീരുമാനമുണ്ടാകുന്നു. ജനവിരുദ്ധ നയങ്ങൾ കാരണം തകർന്നടിഞ്ഞ പ്രതിച്ഛായ വീണ്ടെടുക്കാനും തകരുന്ന സഖ്യ സമവാക്യങ്ങൾ താങ്ങി നിർത്താനും നിതീഷ് കുമാറിന്റെ JDUവിനും ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്കും ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്കും കൂടുതൽ പ്രാധാന്യമുള്ള വകുപ്പുകൾ നൽകാൻ മോദി നിർബന്ധിതനാവുകയാണ്. മഹാരാഷ്ട്രയിൽ ശ്രീകാന്ത് ഷിൻഡെയെ പോലെയുള്ള പുതിയ മുഖങ്ങൾ മന്ത്രിസഭയിലേക്ക് ഉയർന്നു വന്നേക്കാം. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ്, ജമ്മു കശ്മീർ തുടങ്ങിയ നിർണായക സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ തിരിച്ചടികൾ മറികടക്കാനും
വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുമാണ് ഓരോ മന്ത്രിസ്ഥാനവും വീതിച്ചു നൽകുന്നത്. സാമുദായിക സമവാക്യങ്ങൾ മാറ്റിമറിക്കാനും പ്രാദേശിക തരംഗങ്ങളെ മറികടക്കാനും ഉത്തർപ്രദേശിൽ നിന്ന് കൂടുതൽ പ്രമുഖ നേതാക്കളെ കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ നീക്കമുണ്ട്. ദക്ഷിണേന്ത്യയിൽ വേരോട്ടം കൂട്ടാൻ കേരളത്തിൽ നിന്ന് സദാനന്ദൻ മാസ്റ്ററുടെ പേരുൾപ്പെടെയുള്ളവ സജീവ ചർച്ചയിലുണ്ട്. ജോർജ് കുര്യന്റെ ഒഴിവിലേക്കോ പുതിയ ചുമതല നൽകിയോ ദക്ഷിണേന്ത്യൻ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോഴും കേവലം രാഷ്ട്രീയ നേതാക്കളെക്കാൾ സാങ്കേതിക വിദഗ്ധരെയും മുൻ ഉദ്യോഗസ്ഥരെയും മുന്നിൽ നിർത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് BJP ശ്രമിക്കുന്നത്. സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് പദ്ധതിയുടെ കരട് ഗാന്ധി ജയന്തി മുതൽ നടപ്പാക്കാനുള്ള പ്രഖ്യാപനങ്ങളും BJP പാർലമെന്ററി ബോർഡ് രൂപീകരണത്തിലെ വൈകലും ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഭരണപരാജയങ്ങളും സാമ്പത്തിക തകർച്ചകളും മറച്ചുവെക്കാനും തകർന്ന പ്രതിച്ഛായ ജനങ്ങൾക്ക് മുന്നിൽ വീണ്ടെടുക്കാനും നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തുന്ന അന്തിമ ചതുരംഗക്കളിയാണിത്. വർഷങ്ങളായി തുടരുന്ന ജനവിരുദ്ധ നയങ്ങൾ കാരണം തകർന്നടിഞ്ഞ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനാണ് ഈ വിരട്ടൽ നാടകങ്ങൾ. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് തുടങ്ങി സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ തിരിച്ചടികൾ മറികടക്കാൻ സാമുദായിക സമവാക്യങ്ങൾ നോക്കി മന്ത്രിസ്ഥാനങ്ങൾ വീതിച്ചു നൽകുകയാണ്. ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അഴിച്ചുപണി അഭ്യൂഹങ്ങൾ ശക്തമാകുമ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷനായ N സദാനന്ദൻ മാസ്റ്ററുടേത്. ദീർഘകാലം RSS പ്രചാരകനായും അധ്യാപകനായും പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും പരസ്യ നിലപാടുകളും എല്ലായ്പ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളവയാണ്. കണ്ണൂരിലെ രാഷ്ട്രീയ ആക്രമണങ്ങളുടെ സങ്കീർണമായ പശ്ചാത്തലത്തിൽ നിന്നാണ് സദാനന്ദൻ മാസ്റ്റർ പൊതുമണ്ഡലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണത്തിൽ ഇരുകാലുകളും നഷ്ടപ്പെട്ടിട്ടും അതിജീവിച്ച് പൊതുരംഗത്ത് സജീവമായ വ്യക്തിത്വം എന്ന നിലയിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ട്. മാധ്യമ ചർച്ചകളിലും പൊതുവേദികളിലും സ്വന്തം പാർട്ടിയുടെ തീവ്ര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും മുന്നിലായിരുന്നു. അതേസമയം അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും കടുത്ത വിമർശനങ്ങൾക്കും രാഷ്ട്രീയ എതിർപ്പുകൾക്കും വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ന്യൂനപക്ഷ രാഷ്ട്രീയത്തോടും ഇടത് വലത് മുന്നണികളോടുമുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലപ്പോഴും രാഷ്ട്രീയ വിവാദങ്ങളായി മാറി. സംസ്ഥാന ഭരണകൂടത്തിന്റെ സാമ്പത്തിക വികസന നയങ്ങളെയും ക്രമസമാധാന നിലയെയും കടുത്ത ഭാഷയിലാണ് അദ്ദേഹം വിമർശിക്കാറുള്ളത്. BJPയുടെ ഹിന്ദുത്വ ആശയങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ ഉയർത്തിപ്പിടിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലി. ജനപ്രതിനിധിയായി പാർലമെന്റിലോ നിയമസഭയിലോ എത്തിയിട്ടില്ലെങ്കിലും ദേശീയ നേതൃത്വവുമായി പുലർത്തുന്ന അടുത്ത ബന്ധവും സംഘടനാ അനുഭവ സമ്പത്തുമാണ് കേന്ദ്ര തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേൾക്കാൻ കാരണം. ദക്ഷിണേന്ത്യയിൽ പാർട്ടി സ്വാധീനം ഉറപ്പിക്കാൻ ജനകീയ മുഖങ്ങളെക്കാൾ ആശയപരമായ ഉറപ്പുള്ള നേതാക്കൾക്ക് ചുമതല നൽകുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് സദാനന്ദൻ മാസ്റ്ററുടെ പേര് ഡൽഹി കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നത്. ചുരുക്കത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാനും നരേന്ദ്രമോദിയും അമിത്ഷായും കളിക്കുന്ന തീക്കളിയാണിത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ ഈ അധികാര നാടകങ്ങൾ തുടരുക തന്നെ ചെയ്യും.